ബൈബിളിലെ ഭക്തവനിതകൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. സൂം പ്ലാറ്റ്ഫോമിലും കൂടാതെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പല മീഡിയാസിലൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ്. ബൈബിളിലെ ദൈവഭക്തരായ സ്ത്രീകളെക്കുറിച്ചുള്ള ഈ പഠനത്തിൽ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിലുള്ള ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ബൈബിളിലെ ഈ ദൃഷ്ടാന്തങ്ങൾ നമ്മെ വെല്ലുവിളിക്കുകയും ഉയർന്ന തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. നാം ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാം മുമ്പോട്ട് ഉത്സാഹത്തോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊണ്ടുപോകുക എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ബൈബിൾ പഠന ക്ലാസ്സിൽ കൂടെയും നമുക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ വിഷയം പുതിയ നിയമത്തിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ 6 ക്ലാസ്സുകളിൽ പഴയ നിയമത്തിലെ ഭക്ത വനിതകളെക്കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് നാം വരുന്നു. എലിസബത്ത് എന്ന ദൈവദാസിയെക്കുറിച്ച്, ആ മഹതിയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ എലിസബത്ത് ആരായിരുന്നു, അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവർ എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാം, ആരായിരുന്നു എലിസബത്ത്? അതിൻ്റെ ഉത്തരമാണ് 1-ാമത്തെ സെക്ഷനിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 7 വരെ വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സസ് 5-7 വായിക്കാം. യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാപൂരിൽ സെക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. അതെ, ഈ വചനങ്ങളിൽ എലിസബത്ത് ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രമുണ്ട്, വിശദീകരണം ആവശ്യമില്ല. സഖറിയാവിൻ്റെ ഭാര്യയായിരുന്നു, കൂടാതെ യോഹന്നാൻ സ്നാപകൻ്റെ മാതാവായിരുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പേര് എലിസബത്ത് എന്നുള്ള പേര് ബൈബിളിൽ മറ്റാർക്കും ആ പേര് ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു യുണീക്കായ, അനന്യമായ ഒരു പേരാണ്. ഇതിൻ്റെ ഹെബ്രായ പദം എലിഷേവ എന്നാണ്. ഹിന്ദിയിൽ എൽഷിബ എന്ന് പറയും. ഈ പേരിൻ്റെ അർത്ഥം മൈ ഗാഡ് ഈസ് ആൻ ഓത്ത്, മൈ ഗാഡ് ഈസ് അബണ്ടൻസ്. എൻ്റെ ദൈവം സമൃദ്ധി നൽകുന്നവനാണ്, അവിടുന്ന് വാഗ്ദത്തത്തിൽ നിന്ന് മാറാത്തവനാണ്, അവിടുത്തെ പ്രതിജ്ഞ മാറാത്തതാണ് എന്നൊക്കെയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ ദൈവദാസിയെക്കുറിച്ച്, എലിസബത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഒരു ഗ്രഹനായികയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ മഹതിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൾ വളരെ ദൈവഭക്തിയായ, ആഴമായ ദൈവഭക്തിയുള്ള, ആത്മീയമായ നിലവാരമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഷീ വാസ് എ ഡീപ്ലി സ്പിരിച്വൽ വുമൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അവരെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവർ അഹരോന്യ പാരമ്പര്യത്തിൽ വരുന്ന ആ ലൈനിലുള്ള ഒരു സഹോദരിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. മാത്രമല്ല, അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നും ഇവിടെ നാം വായിച്ചുവല്ലോ. നമ്മുടെ കർത്താവിൻ്റെ മാതാവായിരുന്ന മറിയ ഈ എലിസബത്തിൻ്റെ ഒരു കസിൻ അഥവാ ഒരു വകയിലൊരു സഹോദരിയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മക്കളില്ലാത്ത വന്ധ്യയായിരിക്കുന്ന അവസ്ഥ വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥയായിരുന്നു ആ സമൂഹത്തിലുണ്ടായിരുന്നത്. അതാണ് 25-ാം വാക്യം കൂടെ വായിക്കാം. ലൂക്ക് 1:25. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ദൈവം അത്ഭുതകരമായ രീതിയിൽ അവളോട് പ്രവർത്തിച്ചു. അവൾക്കൊരു മകനെ നൽകുവാൻ ദൈവം പ്രസാദിച്ചു. അപ്പോൾ
എലിസബത്ത് പറയുകയാണ്, എനിക്കുണ്ടായിരുന്ന എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സൊസൈറ്റിയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാനായി ദൈവം കടാക്ഷിച്ചിരിക്കുന്നു. അതെ, ഇസ്രായേൽ സമൂഹത്തിലെ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട്. അത് വളരെ ലജ്ജാകരമായൊരു കാര്യമായിരുന്നു. മക്കളില്ലാത്തത് ഒരു വളരെ അപമാനകരമായ ഒരു കാര്യമായിരുന്നു. ഈ സ്ത്രീയെ സംബന്ധിച്ച്, ഈ എലിസബത്തിനെ സംബന്ധിച്ച് അവളുടെ സമൂഹത്തിൽ അവൾക്ക് തല ഉയർത്തി നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഇവരെക്കുറിച്ച് വീണ്ടും നാം നോക്കുമ്പോൾ വളരെ മനോഹരമായ കാര്യങ്ങൾ കാണുന്നത് 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്ക് 1:41-45. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ നാം നോക്കിയാൽ കാണുന്ന കാര്യം, ഇവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പ്രവചനവാക്യങ്ങൾ സംസാരിച്ചു എന്ന് ഇവിടെ കാണുന്നു. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും മറിയയുടെ ഗർഭത്തിലുള്ള ആ ശിശു അത് ക്രിസ്തു ആകുന്നു, മശിഹ ആകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രവചനം അവൾ പ്രവചിക്കുന്നതായിട്ട് കാണുന്നു. നാം ആ കാലഘട്ടത്തെ നോക്കിയാൽ മലാഖിക്ക് ശേഷം, അതിനുശേഷമുള്ള 400 വർഷങ്ങളിൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനും എഴുന്നേറ്റിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷേ ഈ 400 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു പ്രവചനവാക്ക് ഉച്ചരിച്ചത് ഈ എലിസബത്ത് ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അവൾക്ക് ദൈവം അങ്ങനെയുള്ള ഒരു കൃപ നൽകി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിനെക്കുറിച്ചും മെശിഹയെക്കുറിച്ചും ഒക്കെ പ്രവചിച്ചു പറയുവാനുള്ള ഒരു ഭാഗ്യമാണ് ദൈവം നൽകിയത്. മാത്രമല്ല, കർത്താവായ യേശുവിൻ്റെ മാതാവായിരുന്ന മറിയയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാനും അവൾക്ക് ഗൈഡൻസ് കൊടുക്കാനും ഒരു മെൻറ്റർ ആയിരിക്കുവാനും ഒക്കെ ഉള്ള ഒരു അനുഗ്രഹം ഈ എലിസബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് തിരിച്ചറിയാം. ഇവരെക്കുറിച്ച് പൊതുവെ പറഞ്ഞാൽ വലിയ വിശ്വാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അനുസരണമുള്ള, താഴ്മയുള്ള ഒരു സ്വഭാവമായിരുന്നു അവളുടേത് എന്നും നമുക്ക് പറയുവാൻ സാധിക്കും. കൂടാതെ അവളുടെ മകനായിരുന്ന യോഹന്നാൻ, അതായത് യോഹന്നാൻ സ്നാപകൻ, കർത്താവായ യേശുവിൻ്റെ വഴി ഒരുക്കുന്ന, വിളംബരം ചെയ്യുന്ന, യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു മുന്നോടിയായിട്ട് വരുവാനുള്ള അവസരവും ദൈവം നൽകി. അത് 17-ാം വാക്യത്തിൽ വായിക്കാം. ലൂക്ക് 1:17 വായിക്കാം. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടത്തും. കർത്താവായ യേശുവിന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ യോഹന്നാൻ സ്നാപകൻ. അത് എലിസബത്തിൻ്റെ മകനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് വഴിയൊരുക്കുന്ന, ഇതാ ഒരുവൻ വരുന്നു എന്ന് വിളിച്ചു പറയുന്ന, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായിരിക്കുവാൻ, അതിനുള്ള ആത്മീയമായ പരിപോഷണമൊക്കെയും ആ വീട്ടിൽ നിന്നാണ് യോഹന്നാന് ലഭിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. ഈ എലിസബത്തിനെക്കുറിച്ചുള്ള ഈ സംഭവം, ഈ കഥ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വിശദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 5 മുതൽ 80 വരെയുള്ള വചനങ്ങളിൽ അത് കാണാം. അത് നിങ്ങൾ സാവകാശമായിട്ട് വായിക്കണം. ഇസ്രായേൽ ദേശത്ത് ആ കാലത്തുണ്ടായിരുന്ന ഇസ്രായേലി സമൂഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ച് അവർ വിലമതിക്കപ്പെടുന്നത് അവർക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മക്കളില്ലാത്തവർക്ക് അവിടെ ഒരു വിലയും മാന്യതയും ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വന്ധ്യതയുള്ള മച്ചിയായിരുന്ന ഈ എലിസബത്തിനെ സംബന്ധിച്ചും അവളുടെ ജീവിതം ഇത്ര വയസ്സായി ഈ കാലഘട്ടം മുഴുവനും വേദനയും അപമാനവും ദുഃഖവും എല്ലാം പേറിയാണ് ആ ദൈവദാസി മുമ്പോട്ട് ജീവിച്ചു വന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. തിരുവെഴുത്തിൽ അനേകം സ്ത്രീകളെക്കുറിച്ച് അവർ വന്ധ്യകളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നാം പഠിച്ചു കഴിഞ്ഞ ഹന്നായെക്കുറിച്ചും കഴിഞ്ഞ ദിവസം പഠിച്ച ശൂനേമാറ്റിനെക്കുറിച്ച്, ശൂനേംകാരിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ അവർക്കൊന്നും മക്കൾ ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ അവർക്ക് അതിൻ്റേതായ വേദനകൾ ഉണ്ടായിരുന്നു. ഈ സഹോദരിക്കും അങ്ങനെ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും.
എന്നാൽ ഇവരെക്കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യം, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. അതെ, അവർ വന്നത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ആ വംശാവലിയിൽ നിന്നാണ്. വിശേഷാൽ അഹരോൻ്റെ കുടുംബത്തിൽ നിന്ന് ആ വംശാവലിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് സഖറിയാവ് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് അദ്ദേഹം വിളിക്കപ്പെട്ടത്. എങ്കിലും ഇത്രയും വലിയ പദവിയും കോളിങ്ങും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവിക ശുശ്രൂഷയും നമുക്കുള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു ന്യൂനത, ഒരു കുറവ് ദൈവം അനുവദിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ട് വന്നു, എല്ലാം ഒരുപോലെ അനുഗ്രഹമായി എന്ന് പറയാൻ സാധ്യമല്ല. ഇവർ വളരെ നല്ല ഒരു കുടുംബമായിട്ടാണ് നാം അവരെക്കുറിച്ച് കാണുന്നത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണങ്ങളും അതിലൊക്കെ കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അവർ ബ്ലെയിംലെസ് ആയിരിക്കുന്ന, നീതിയുള്ള, ദൈവത്തിൻ്റെ നോട്ടത്തിൽ നല്ലവർ ആയിരുന്നു. ശരിയായ ജീവിതമായിരുന്നു. എങ്കിലും അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അതെ, ദൈവം ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരാറുണ്ട്. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. സഖറിയാവിനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു? ആണ്ടിലൊരിക്കൽ 2 ആഴ്ചത്തേക്ക് യെരുശലേമിൽ പോയി ദൈവാലയത്തിൽ ധൂപം കാട്ടുവാനും വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനും ആരാധനയിൽ നേതൃത്വം കൊടുക്കാനുമുള്ള ഒരു പദവി ഈ പുരോഹിതനായ സഖറിയാവിന് ലഭിച്ചു. അദ്ദേഹം ഇപ്പോൾ യെരുശലേമിൽ ആ ശുശ്രൂഷയിൽ നറുക്ക് വീണ് അങ്ങനെ തൻ്റെ ആ 2 ആഴ്ചത്തെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവാലയത്തിൽ പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക് ആ ധൂപം കാട്ടുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി. നിനക്ക് ഒരു മകൻ ജനിക്കും, അവൻ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹമുള്ളവനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നീ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, തന്നിരിക്കുന്നു എന്ന് വച്ചാൽ ഇവർ രണ്ടുപേരും ഈ വർഷങ്ങൾ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, ഞങ്ങൾക്കൊരു മകനെ നൽകണമേ, ഒരു സന്തതി നൽകണമേ, നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും, അവൻ്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. ഇതൊക്കെയും ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു. എങ്കിലും അത് വിശ്വസിക്കുവാൻ ഈ സഖറിയാസിന് സാധിച്ചില്ല. അതുകൊണ്ട് നമുക്കറിയാം, അദ്ദേഹം ഈ 2 ആഴ്ചത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ സൈലൻ്റായി, ഒന്നും മിണ്ടാൻ കഴിയാതെ, നാവ് അനങ്ങാത്ത രീതിയിലാണ് മടങ്ങി വന്നത്. അതെ, അത് ഈ ദർശനം മൂലം ലഭിച്ച ഒരു കാര്യമാണ്. അങ്ങനെയാണത് സംഭവിച്ചത്. അവൻ്റെ സംശയ നിമിത്തം ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീ ഇനി കുറേ കാലത്തേക്ക് സംസാരിക്കുകയില്ല, നീ ഊമനായിരിക്കും. അതെ, ഇതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം നമുക്ക് വായിച്ച് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, അവൻ 17-ാം വചനം, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കും, വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇങ്ങനെയുള്ള വലിയ മഹത്തായ വചനങ്ങളൊക്കെ കേട്ട ശേഷം മൗനമായി സംസാരിക്കാൻ കഴിയാതെ അദ്ദേഹം വീട്ടിലേക്ക് വന്നു. എങ്കിലും ഒരു നല്ല വർത്തമാനവുമായിട്ടാണ് ഭാര്യയുടെ അടുത്ത്, എലിസബത്തിൻ്റെ അടുത്ത് അദ്ദേഹം വന്ന് സംസാരിക്കുന്നത്. സംസാരിക്കാൻ നിവൃത്തിയില്ല, എഴുതി ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ എനിക്ക് ദർശനമുണ്ടായി, നമുക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഭാര്യയ്ക്ക് വലിയ അത്ഭുതമായി. തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നേരിട്ട് ഇടപെട്ട് മറുപടി തന്നിരിക്കുന്നു. അവൾ സംശയിച്ചില്ല, ഭർത്താവിനെ പോലെ സംശയമൊന്നും ഉണ്ടായില്ല. അവൾ 100% അങ്ങ് വിശ്വസിച്ചു. അത് അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, അടുത്ത വർഷമായപ്പോഴേക്കും എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അതിൻ്റെ 25-ാം വാക്യത്തിൽ നാം അത് വായിച്ചു കഴിഞ്ഞു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു, അതുകൊണ്ട് എനിക്ക് ഈ കാര്യം ചെയ്തു തന്നിരിക്കുന്നു, എനിക്കൊരു മകനുണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ആളുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ, ഈ വയസ്സാം കാലത്ത് ഗർഭിണിയായി എന്ന ആളുകൾ അറിയുന്നത് അതിലൊരു മോശമുണ്ട്, ഒരു അല്പം ലജ്ജയുണ്ട്. അതുകൊണ്ട് ഒളിച്ചു പാർത്തു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ ഇതിൻ്റെ സംഭവം നോക്കിയാൽ, ഇതേ സമയത്ത് 5 മാസം കഴിഞ്ഞപ്പോൾ ദൈവം അങ്ങ് ദൂരെ നസറേത്തിലുള്ള മറിയയ്ക്ക് പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു,
വാസ്തവത്തിൽ ഈ നസറത്ത് എന്ന് പറയുന്നത് എലിസബത്ത് താമസിക്കുന്ന യഹൂദ്യ മലമ്പ്രദേശത്തു നിന്ന് 100 കിലോമീറ്റർ വടക്കു മാറിയാണ് നസറത്ത് ആയിരിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ മറിയയോട് സംസാരിച്ചു. 36 വചനം വായിക്കാം. ലൂക്കോസ് 1:36 വേഴ്സ് 36 വായിക്കാം. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. അതെ, നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും, എലിസബത്ത് മാത്രമല്ല, മറിയയും അത്ഭുതകരമായി ഗർഭിണിയായി അവൾക്കും ഒരു മകനുണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാലാണ് മറിയ ഗർഭിണിയായത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഈ കാര്യം ഈ എലിസബത്തിൻ്റെ വിവരം കേട്ടപ്പോൾ പെട്ടെന്ന് തൻ്റെ കസിനായിരിക്കുന്ന എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ മറിയ തീരുമാനിച്ചു. അങ്ങനെ മറിയ എലിസബത്തിനെ സന്ദർശിക്കുന്നു. അതൊക്കെ നാം 1-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഈ 2 സ്ത്രീകളെക്കുറിച്ചും പറഞ്ഞാൽ, ഒരാൾ വയസ്സായ ആളാണ്, മറ്റേത് യൗവനക്കാരത്തിയാണ്. ഇവർ രണ്ടുപേരും ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്തു. അവർക്ക് വലിയ അനുഗ്രഹമുണ്ടായി. അത് 45-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. വേഴ്സ് 45. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവർ രണ്ടുപേരും കർത്താവ് തങ്ങളോട് അരുളി ചെയ്ത കാര്യം അവർ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ ഭാഗ്യവതികളായി മാറി. അങ്ങനെ നമുക്കറിയാം, എലിസബത്തിന് ഒരു മകൻ ജനിച്ചു. അവൻ്റെ പേരെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എലിസബത്ത് പറഞ്ഞു അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. അപ്പോൾ സമൂഹത്തിലുള്ള അവരുടെ ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു പേരില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഒരു പുതിയ പേര് നീ സജസ്റ്റ് ചെയ്തത്? ഉടനെ അപ്പനോട് എഴുതി ചോദിച്ചു, ഇവൻ്റെ പേരെന്താണ്? അപ്പോൾ സക്കറിയാവ് പറഞ്ഞു അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. ജനങ്ങൾക്കെല്ലാം വലിയ ആശ്ചര്യമുണ്ടായി. അവർ എല്ലാവരും അത്ഭുതപ്പെട്ടു. അതെ, അതിൻ്റെ 66-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വേഴ്സ് 66. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്ത് ആയിത്തീരും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അത് മനോഹരമായ കാര്യമാണ്. അതിനുശേഷം സക്കറിയാവും അവൻ്റെ നാവ് തുറന്നു. അവനും ഒരു പാട്ടുപാടി. 67-ാം വാക്യം വേഴ്സ് 67. അവൻ്റെ അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മ നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചന വാക്കുകൾ അവിടെ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു പ്രവൃത്തിയായിരുന്നു ഈ എലിസബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എലിസബത്തിന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ഈ കാലങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളെ നാം വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അതെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി 3-ാമത്തെ ഭാഗത്തേക്ക് വരാം. അതായത് ഈ എലിസബത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ പാഠങ്ങൾ എന്തൊക്കെയാണ്? വിച്ച് ആർ ദ ലെസൺസ് വിച്ച് വി ലേൺ ഫ്രം എലിസബത്ത്സ് ലൈഫ്? 3-4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഈ ഭാര്യയും ഭർത്താവും, എലിസബത്തും അവളുടെ ഭർത്താവായ സക്കറിയാവും, അവർ രണ്ടുപേരും വളരെ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. നാം അങ്ങനെയുള്ളവരെക്കുറിച്ച് ഇയ്യോബിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹവും തൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ദോഷം വിട്ടകന്ന് സത്യസന്ധമായി ജീവിച്ച ഒരുവനായിരുന്നു ഇയ്യോബ്. അതുപോലെ ഈ ഭാര്യയും ഭർത്താവും രണ്ടുപേരും വയസ്സായി എന്നിട്ടും ഈ കാലം അത്രയും അവർ ദൈവഭക്തിയോടെ ജീവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഭക്തിയോടെ ദൈവഭയത്തോടെ വിശുദ്ധമായി ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടി. അതാണ് 6-ാം വാക്യത്തിൽ വേഴ്സ് 6-ൽ നാം വായിച്ചത്. അവർ ഇരുവരും ദൈവസന്നിധിയിൽ അവർ നീതിയുള്ളവരും സത്യസന്ധരും ദൈവത്തെ ഭയപ്പെടുന്നവരും ഒക്കെ ആയിരുന്നു. അവർ നീതിയുള്ളവരായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും ഗൗരവമായി ഏറ്റെടുത്ത് അനുസരിക്കുന്നവരും ആയിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് ദൈവിക അനുഗ്രഹങ്ങൾ ഈ കാലത്തും ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനായിട്ട് നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. അവർ ഒരു നല്ല മനസാക്ഷി കാത്തു സൂക്ഷിച്ചു എന്ന് കാണാൻ സാധിക്കും. അതാണ് എലിസബത്തിനെ കുറിച്ചുള്ള 1-ാമത്തെ കാര്യം. ദേ വർ ഡീപ്ലി സ്പിരിച്വൽ. ആസ് എ കപ്പിൾ ദേ വർ ഡീപ്ലി സ്പിരിച്വൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും
നമുക്ക് കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ചേർന്ന് ആത്മീയരായി ദൈവഭയത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കുടുംബം. രണ്ടാമത്, എലിസബത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവൾ ഈ കാലം അത്രയും ക്ഷമയോടെ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ദൈവം തങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി, ഒരു മകനെ നൽകിയില്ല. അതിൻ്റെ അപമാനം തങ്ങൾക്കുണ്ട്. ഈ സ്ത്രീക്ക് പ്രത്യേകിച്ചും അപമാനം ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് അവർ കാത്തിരുന്നു. നമ്മെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. അതിലൊരു അനുഗ്രഹമുണ്ട്. അതാണ് സങ്കീർത്തനങ്ങൾ 138 നാം വായിക്കുന്നത്. Psalm 138 വേഴ്സ് 8 നമുക്ക് വായിക്കാം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. The Lord will perfect that which concerns me. എൻ്റെ കാര്യം, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ തക്ക സമയത്ത് ദൈവം നിവർത്തിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവർ കാത്തിരുന്നു, ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ഒരു അത്ഭുതം ദൈവം ആ കുടുംബത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി ചെയ്തു. അവളെ സംബന്ധിച്ച് നാം ആദ്യം പറഞ്ഞുവല്ലോ, ഭർത്താവിനെ പോലെ സംശയിച്ചില്ല. അവൾക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ദൈവമാണോ, ദൈവദൂതനാണോ അങ്ങയോട് വന്ന് പറഞ്ഞത്? ഞാനത് വിശ്വസിക്കുന്നു, നമുക്കൊരു മകനുണ്ടാകാൻ പോവുകയാണ്. അവൾ സന്തോഷിച്ചു. ഗബ്രിയേൽ പറഞ്ഞ വാക്കുകൾ അവൾ ഏറ്റെടുത്തു. മകന് യോഹന്നാൻ എന്നൊരു പേരങ്ങിട്ടു. അത് സമൂഹത്തിൽ ആരും മനസ്സിലാക്കുന്ന കാര്യമല്ല. അവിടുത്തെ ആ സമ്പ്രദായം അനുസരിച്ച് അങ്ങനെ ഒരു പേര് വരാൻ പാടില്ല. മകന് സക്കറിയാസ് എന്നോ വല്ലോ ആണ് പേര് കൊടുക്കേണ്ടത്. അവിടുത്തെ നാട്ടിലെ കസ്റ്റംസും അവിടുത്തെ രീതികളും ഒക്കെ അവൾ ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി തള്ളിക്കളഞ്ഞു. ആളുകൾ എന്ത് പറയുമെന്ന് ഞാൻ നോക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ പേര് യോഹന്നാൻ എന്ന് തന്നെ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞത് ഏറ്റെടുത്തനുസരിച്ചാൽ അതിൽ ഒരനുഗ്രഹമുണ്ട്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെ ആ കാലത്ത് വേറെ വയസ്സായ ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവരും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നവരാണ്. യേശുവിനെ ദൈവാലയത്തിൽ പരിച്ഛേദന എടുക്കുവാനായിട്ട് കൊണ്ടു ചെന്നപ്പോൾ അവിടെ ഒരു വയസ്സായ ശിമയോൻ വന്ന് യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരു ഹന്ന എന്ന ഒരു സ്ത്രീ അവിടെ വന്ന് അവളും ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇവരൊക്കെയും ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്ന വയസ്സായ വൃദ്ധരായ ആളുകളായിരുന്നു. ദൈവത്തിൻ്റെ ടൈം ടേബിൾ, ദൈവത്തിൻ്റെ സമയ വിവര പട്ടിക, അത് മനുഷ്യൻ്റേതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ്. എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ മെത്തേഡ്സ്, രീതികൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെയും അപ്പുറത്താണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യാം. ഈ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവൾ ദൈവത്തെ ആശ്രയിച്ചു, വിശ്വസിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതിൻ്റെ അനുഗ്രഹമാണ് അവൾക്ക് ലഭിച്ചത്. അതുകൂടാതെ ഈ മകൻ വളർന്നു വന്നപ്പോൾ അത് നമുക്ക് ഭാവനയിൽ കാണാൻ സാധിക്കും. ആത്മീയമായ നല്ല വാല്യൂസ് അഥവാ മൂല്യങ്ങൾ ഈ മകനിൽ പകർന്നു കൊടുക്കുവാൻ ഈ മാതാവിനും പിതാവിനും സാധിച്ചു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകൻ്റെ ആത്മീയമായ നിലവാരവും കാഴ്ചപ്പാടും അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെയും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും പ്രാപിപ്പാൻ കഴിയുകയില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു വീട്ടിൽ നിന്ന് പഠിച്ച ആ ആത്മീയ മൂല്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞത്, ദൈവം വല്ലതും തന്നെങ്കിലേ നിലനിൽക്കുന്നത് വല്ലതും ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. മറ്റൊരിടത്ത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, യേശുവിനെക്കുറിച്ച് തന്നെക്കാൾ 6 മാസം ഇളയ സെക്കൻഡ് കസിനായ യേശുവിനെക്കുറിച്ച് പറഞ്ഞു, അവൻ വളരണം, ഞാനോ കുറയണം. ഈ മനോഭാവമൊക്കെ പെട്ടെന്ന് മരുഭൂമിയിൽ ചെന്ന് അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങളായിരിക്കത്തില്ല. അതൊക്കെ വീട്ടിൽ നിന്നും പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നല്ല ആത്മീയ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുത്താൽ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് അതിൻ്റെ പ്രയോജനമുണ്ടാകും. അവർ ദേശത്തിനും ദൈവരാജ്യത്തിനുമൊക്കെ ഒരു അനുഗ്രഹമായി നല്ല സ്വഭാവമുള്ളവരായി നിങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കുവാൻ ചെറിയ വയസ്സിലെ അവരെ പരിശീലിപ്പിക്കുവാനും അവർക്ക് നല്ല ബൈബിൾ മൂല്യങ്ങൾ കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം എലിസബത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരുവളായിരുന്നു. ഞാൻ വിശേഷിച്ചും മറിയെക്കുറിച്ചാണ് പറയുന്നത്. മറിയ വളരെ ചെറുപ്പക്കാരിയാണ്. 20 വയസ്സോ വല്ല 22 വയസ്സോ വല്ല കാണത്തുള്ളൂ. വളരെ ചെറുപ്പക്കാരിയാണ്. ഈ മറിയയ്ക്ക് ഇങ്ങനെ വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചു, മകൻ ജനിക്കാൻ പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നാട്ടുകാർ കേട്ടാലും മൂക്കത്ത് വിരൽ വയ്ക്കും, അവളെ പരിഹസിക്കും, സമൂഹത്തിൽ നിന്ന് പുറത്താക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ
എലിസബത്ത് അവളെ സ്വീകരിച്ചു. കാരണം തൻ്റെ ജീവിതത്തിലും ദൈവം ഒരു അത്ഭുതം ചെയ്തു, ഇവളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്തു. അത് പ്രവചനദൃഷ്ടിയ അവൾക്കത് മനസ്സിലായി, ദൈവം അത് മനസ്സിലാക്കി കൊടുത്തു. 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്ക് 1:42 മുതൽ വായിക്കുമ്പോൾ, അവിടെ മറിയയെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവൾക്ക് നല്ല ധൈര്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഈ എലിസബത്ത് സംസാരിക്കുന്നത്. ആ വചനങ്ങൾ വായിക്കാമോ? ലൂക്ക് 1:42 ഓൺവേർഡ്സ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ നോക്കിയാൽ ഈ എലിസബത്തിൻ്റെ പോസിറ്റീവായ ക്രിയാത്മകമായ നല്ല പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ മറിയയ്ക്കും ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി. അതിനുശേഷം മറിയയും ഒരു പാട്ട് പാടുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സ്തോത്രഗീതം അവളും പാടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്നുള്ള വാക്യങ്ങൾ മറിയയുടെ പാട്ടാണ്. ഇങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ എലിസബത്തിനുണ്ടായിരുന്നു. ഞാൻ 2 വചനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരെ ഒരു രീതിയിലും അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടല്ല സംസാരിക്കേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 14-ാം വാക്യം ആദ്യം വായിക്കാം. 1 Thessalonians chapter 5 verse 14. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ഇവിടെ പ്രബോധിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, സഭയിലുള്ളവർക്ക് ഒക്കെയും ഓരോരോ സമയത്ത് അവർ ക്ഷീണിച്ച് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങൾ വരും. ചിലപ്പോൾ രോഗം വന്നു, ആക്സിഡൻറ്റ് വന്നു എന്നൊക്കെ ഇരിക്കാം. അവർക്ക് ബലഹീന നിമിഷങ്ങളിൽ അവർക്ക് നാം ഒരു സപ്പോർട്ട് കൊടുക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കുകയും താങ്ങുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ എലിസബത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അത് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇനിയും കർത്താവായ യേശുവിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ കാര്യവും കൂടെ വായിക്കാം. യെശയ്യാവ് 50-ാം അധ്യായം 4-ാം വചനം, ഐസയ ചാപ്റ്റർ 50 വേഴ്സ് 4 വായിക്കാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ഇവിടെ യേശുവിനെക്കുറിച്ച് പ്രവാചക പറഞ്ഞിരിക്കുകയാണ്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ആ നാവ്, ആ ഒരു സംഭാഷണ രീതി നമുക്ക് പഠിക്കാം. അത് എലിസബത്തിൽ നിന്ന് പഠിക്കാം. മറ്റുള്ളവരെ താങ്ങാനും ക്ഷീണിച്ചിരിക്കുന്നവരെ ഉത്സാഹിപ്പിക്കുവാനും അവരും ഒരു പാട്ട് പാടുമാറ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇനി 4-ാമത്തെ കാര്യം ഈ എലിസബത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അതുകൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അവൾ സന്തോഷവതിയായിരുന്നു. മറ്റുള്ളവരുമായിട്ട് തന്നെത്താൻ തുലനം ചെയ്യുന്നവളായിരുന്നില്ല. ഞാൻ അതിന് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞാൽ, തന്നെക്കാൾ വളരെ യങ്ങായ ജൂനിയറായ മറിയയ്ക്ക് തന്നെക്കാൾ വലിയ അനുഗ്രഹം കിട്ടുന്നു എന്ന് കേട്ടപ്പോൾ ഈ എലിസബത്തിന് അസൂയയുണ്ടായില്ല. തൻ്റെ മകനായ യോഹന്നാൻ ഒരു വിളിച്ചു പറയുന്ന, ചൂണ്ടിക്കാണിക്കുന്നവൻ മാത്രമാണ്. എന്നാൽ ഈ ജൂനിയറായ മറിയയുടെ മകൻ വാസ്തവത്തിൽ യഥാർത്ഥമായ മശിഹ ആയി, ക്രിസ്തുവായി, വലിയവനായി വരുവാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴും അവൾക്ക് സന്തോഷമാണ്, അവൾക്ക് അസൂയൊന്നുമില്ല. മറ്റുള്ളവർക്ക് നന്മയും അനുഗ്രഹവും ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരിക്കലും ഹൃദയത്തിൽ അസൂയ ഉണ്ടാകരുത്. സന്തോഷമുള്ളവരായി മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ നമുക്ക് ഇടയാകേണ്ടതാണ്. അതെ, നമുക്ക് ഈ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുമോ? രൂപാന്തരപ്പെടുവാൻ സാധിക്കുമോ? ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് ഈ മാതൃകയുള്ള ജീവിതത്തെ പിൻപറ്റുവാനും നല്ല കാര്യങ്ങൾ സ്വീകരിപ്പാനും ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.